ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്കാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറ്. അതിലേക്ക് ഒരു 1.5 വലിയ ക്യാരറ്റ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇത് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 വിസിൽ കേൾപ്പിച്ചപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയാലാണ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവിക്കാം. പിന്നീട് വേണ്ടത് പപ്പായയാണ്. അപ്പോൾ ഇവിടെ റെഡ് പപ്പായാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞയായാലും കുഴപ്പമൊന്നുമില്ല. അതൊരു പകുതി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീമാണ്. ഇതൊരു 2 സ്കൂപ്പോളം കാണും കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോഴാണ് ആ കണ്ണൂർ കോക്ടെയിലിൻ്റെ ശരിക്കും അതേതായ ടേസ്റ്റ് തന്നെ കിട്ടുന്നത് കേട്ടോ. പിന്നീട് മധുരത്തിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂണോളം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1/2 ലിറ്ററോളം കാണും. അതും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ഇങ്ങനെ മ്യുസ്ലി പോലത്തെ എന്തെങ്കിലും ആണ് വേണ്ടത്. മ്യുസ്ലി ആവുമ്പോൾ അതിൽ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കാണും. അപ്പോൾ കോൺഫ്ലേക്സ് ആണെങ്കിൽ നട്ട്സ് വേറെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഈ മ്യുസ്ലിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ആ ജ്യൂസും ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയായിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും പിന്നെ പാലെല്ലാം അടങ്ങിക്കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക. അപ്പോൾ ഈ കോൺഫ്ലേക്സും ആ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി അതിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ആ ഷേക്ക് കുടിക്കുന്നതിന്. കണ്ണൂർ വളരെ പ്രശസ്തമായ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.